വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അതെ, നമ്മളിപ്പോൾ കോളേജിലായിക്കോട്ടെ അതുപോലെ തന്നെ വർക്കിന് പോകുന്നവരായിക്കോട്ടെ ഒരേ ഡ്രസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ബോർ അടിച്ചിരിക്കുകയായിരിക്കും, എസ്പെഷ്യലി നമ്മൾ പെൺപിള്ളേരുടെ കാര്യം. അപ്പം നമ്മൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഇന്ന് വരുന്നത്. ഈ ഒരു സ്പെഗറ്റീവ് ആയിട്ടുള്ള ഒരു എയർലൈൻ ഡ്രസ്സ് തന്നെ നമുക്കൊരു 5 ഡിഫറെന്റ് സ്റ്റൈൽസിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് ഒട്ടും ടൈം കളയാതെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു എയർലൈൻ പാറ്റേണിലുള്ള സ്പെഗറ്റി ഡ്രസ് ആണ് കേട്ടോ. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് ഒരു 350-400 റേഞ്ചിൽ ഓഫർ ടൈമിൽ എടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സിനെയാണ് നമ്മൾ പല ലുക്കിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ലുക്കാണ്. അപ്പോൾ ഞാൻ ഇത് ആക്സസറീസ് യൂസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലുക്കിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹോപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു പോണിറ്റെയിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാച്ച് അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനത്തെ ലുക്കിന്റെ കൂടെ വാച്ചും അതിന് പറ്റിയ ഒരു ബ്രേസ്ലെറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ലുക്ക്, അതായത് ഈ ഡ്രസ്സ് കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റ് ആണ്. അപ്പം ഇതിനെ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ആക്സസറി എന്ന് പറയുന്നത് ഈ ഒരു ബെൽറ്റ് ആണ്. ഈ ഒരു ഗോൾഡൻ കളർ ബക്കിൾ വരുന്ന ഈ ഒരു ബെൽറ്റ് ആണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിന്റെ ഫുട്വെയർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ തന്നെ വരുന്ന ഒരു ഫുട്വെയർ ആണ്. നിങ്ങളുടെ കയ്യിൽ ടാൻ കളറിലുള്ള ഷൂസോ അല്ലെങ്കിൽ ഇപ്പോൾ ടാൻ കളറിലുള്ള വേറെ എന്തെങ്കിലും ഫുട്വെയറോ ടാൻ കളറിലുള്ള ഒരു ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ അടിപൊളിയായിരിക്കും. അടുത്ത ലുക്ക് വന്നിട്ട് ഇതാണ്. ഈ ഒരു ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു റാപ്പ് അറൗണ്ട് ഡ്രസ്സ് വെച്ചിട്ട്. ഇവിടെ ഞാൻ ഈ ഒരു ലുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലും ഒരു ഗോൾഡൻ കളർ ഡീറ്റെയിലിംഗ് ഒക്കെ പോകുന്ന ഒരു ബെൽറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ആനിമൽ പ്രിന്റ് കുറച്ചൊരു ബോർഡ് ലുക്ക് ഒക്കെ തരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും സ്ലീവ്ലെസ് ഒന്നും അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ലുക്കാണ് കേട്ടോ ഇത്. ഈ ഒരു ലുക്കിലേക്ക് നമ്മൾ ഒരുപാട് ആക്സസറീസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഈ ഒരു വൈറ്റ് കളർ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെൽറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഈ ഒരു ബെൽറ്റ് ആണ് ഇതിന്റെ ഒരു മൊത്തം ലുക്ക് എൻഹാൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഷൂ ആണ്. ഒരിക്കലും ഔട്ട് ആവാത്ത 2 കോമ്പിനേഷൻ ആണല്ലേ ബ്ലാക്ക് റെഡ് ഒക്കെ. അതുപോലെ തന്നെ ഞാൻ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് റെഡിൽ കോമ്പിനേഷൻ വരുന്ന ഒരു ദുപ്പട്ടയാണ്. ഇത് ഏതോ ഒരു പഴയ സൽവാർ കമീസിന്റെ ദുപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ലുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു നെക്ക് പീസ്, ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സിൽവർ ഓക്സിഡൈസ്ഡ് ജ്വല്ലറിന്റെ ഒരു നെക്ക് പീസ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു റെഡിഷ് പിങ്ക് കളറിലുള്ള ഒരു ജൂത്തി കൂടെ ഇതിന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡ്രസ്സിനെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു കോലത്തിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എത്നിക് ടച്ചസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സിന്റെ അടിയിലായിട്ട് ഇത് എൻ്റെ കയ്യിലുള്ള ഒരു കോട്ടൺ ബ്ലൗസ് ആണ്. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള നമ്മുടെ സാരിയുടെ ബ്ലൗസ് ആണ്. അപ്പോൾ ആ ഒരു ബ്ലൗസ് ഞാൻ ഇട്ടിട്ട് അതിന്റെ പുറത്താണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന്റെ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ളതെന്ന്. ഈ ഒരു ഡ്രസ്സായിട്ട് നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഇതൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള ഈ ഒരു ജീക്ക, അതേപോലെ തന്നെ ഈ ഒരു ബാങ്കിളാണ് കേട്ടോ. എനിക്ക് ഒച്ച ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ നോസ് പിൻ ഭയങ്കരമായിട്ട് എന്താണ് ഇന്നായിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു നോസ് ഇടുന്നത് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ജൂത്തിന്റെ കൂടെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക്. ഇതിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ അടിയിൽ ഒരു ഷർട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അതായത് നമ്മളിപ്പോൾ പിനോഫർ ഒക്കെ ഇടുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പെഗറ്റി ടോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നമ്മൾ ജീൻസിന്റെ ഒക്കെ കൂടെ സ്റ്റൈൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷർട്ട് എടുത്തിട്ട് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷർട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കോമൺ ആയിട്ട് എല്ലാവരുടെയും കയ്യിലുണ്ടാവും ചെക്സിന്റെ ഷർട്ടോ അല്ലെങ്കിൽ വൈറ്റ് ബ്ലാക്ക് കളറിലുള്ള ഷർട്ട്സ് എല്ലാവരുടെയും കയ്യിലുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയും ഒരു ലുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ കാഷ്വൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാഷ്വൽ ആയിട്ട് പോകുന്ന സമയത്ത് ഔട്ടിങ്ങിന് പോകുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണിത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ ലുക്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലുക്ക് ഇതിൽ ഏതാണെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ലുക്സ് ഈ ഒരു ഡ്രസ്സ് വെച്ചിട്ട് നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ അതോടെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതുവരെ ബൈ.